ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണയായിട്ട് ക്യാരറ്റ് വെച്ച് ഹൽവ ഉണ്ടാക്കാറുണ്ടല്ലേ? ഞാനും ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാനത് ചെയ്യുന്നത് സാധാരണയായിട്ട് ക്യാരറ്റും പാലും എല്ലാം കൂടെ ഒരുമിച്ചൊഴിച്ച് അങ്ങനെയായിരുന്നു ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ വേറൊരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ള പോലെ തോന്നി. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 3 കപ്പ് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ പാൽപ്പൊടിയിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3-4 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് കറുകണ്ടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കിസ്മിസ്. ഇത് രണ്ടും മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് വരുന്നു. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെക്കണം. ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് ഇതേപോലെ ഒരു പാനിലേക്ക് ക്യാരറ്റ് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിക്കുക. പാല് വറ്റി വന്നു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഷുഗർ ചേർക്കുക. ഷുഗറും പറ്റി കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മസും കൂടെ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് ആ നെയ്യ് സഹിതം ഒഴിച്ച് ഇളക്കിയെടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇതിനും വ്യത്യസ്തമായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി. എനിക്ക് തോന്നി ഇതന്നെ കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതാദ്യം ശരിക്കും ഒന്ന് നെയ്ക്കകത്ത് വഴറ്റിയെടുക്കുക. ഇതേപോലെ നെയ്ക്കകത്ത് വഴന്ന് ഇതൊന്ന് വേകുന്ന പോലെ ആകണേ. അന്നേരമാണ് നല്ല ടേസ്റ്റ് ആകുന്നത്. ഇതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇങ്ങനെ നെയ്ക്കകത്ത് വഴറ്റിയിട്ട് പിന്നെ ഹൽവ ആക്കി എടുക്കുമ്പോൾ. ഇതിപ്പോ ആ ക്യാരറ്റ് ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പം എടുത്തു വെച്ചിരിക്കുന്ന പാലും അതുപോലെ കലക്കി വെച്ച പാൽപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു. ഇതൊന്ന് തിളച്ചു വരണം. തിളച്ചു വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വെച്ച് പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇച്ചിരി ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് എളുപ്പം ഇത് പാല് വറ്റിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്കല്പം മധുരം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നുമ്പോഴേ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന 2 സാധനമാണ്. ഒന്ന് റവ ഉണ്ടെന്ന് വരില്ല, അതുകൊണ്ടൊരു കേസരി പോലെ. പിന്നെ ഈ ക്യാരറ്റ് മേടിച്ച് എളുപ്പം ഒരു ക്യാരറ്റ് ഹൽവയും നല്ല ടേസ്റ്റുമാണ്. ഇതുവരെ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പാലിൻ്റെ ആ മയം ഉണ്ടല്ലോ, ഇങ്ങനെ തിളച്ച് വരുമ്പോൾ വെള്ളം പോലെ വരുന്നത്, അത് പാലിൻ്റെ മയമാണ്. അതൊന്ന് പറ്റിയതിന് ശേഷം മാത്രമേ ഷുഗർ ചേർത്ത് കൊടുക്കാവൂ. ഇപ്പോൾ ആ പാലിൻ്റെ മയമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ 1/4 കപ്പേ ആഡ് ചെയ്യുന്നുള്ളൂ. കാര്യം ഒത്തിരി മധുരം കൂടിപ്പോയാലും അഴുക്കാണ്. നോക്കിയതിന് ശേഷം മാത്രം ഞാൻ പിന്നിട്ട് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പ് കൂടി ചേർക്കുക. ഷുഗർ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ അല്പം ലൂസായിട്ട് പിന്നെയും വരും. അതുകൂടെ ഒന്ന് പറ്റിക്കണേ. അപ്പോൾ എന്തായാലും മധുരം ഒന്ന് നോക്കാം. നോക്കിയതിന് ശേഷം വേണമെന്ന് വരി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മധുരം കൂടെ ചേർക്കാമേ. കാര്യം ഹൽവയല്ലേ, അല്പം കൂടെ മധുരം വേണം. അമ്മ പറയുന്നു കറക്റ്റ് ആണെന്നുള്ളത്. ഞങ്ങൾക്ക് പൊതുവെ അധികം മധുരം വേണ്ട, അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് തികച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരുപാട് മധുരമായി പോയാലേ നമ്മൾ കഴിക്കുമ്പോൾ അങ്ങ് ചെടിക്കുന്ന പോലെ ആയിരിക്കും. അല്പം ഉപ്പിട്ടിട്ടുണ്ടെന്ന് വരില്ലോ. ഇപ്പം ഇത് ചെറിയ പറ്റി വന്നിട്ടുണ്ട്. വെള്ളമയം പോലും ഒന്നുമില്ല. എങ്കിലും കുറച്ചുകൂടി ഇങ്ങനെ വെച്ച് ചിക്കി അതിൻ്റെ വെള്ളം മുഴുവനും ഒന്ന് പറ്റിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ആ സ്ട്രക്ചർ കണ്ടോ? നമ്മൾ അത്രയും പാൽ ഒഴിച്ചതും കൊണ്ടാണ് കേട്ടോ. പാല് കുറവാണെങ്കിൽ അത്രയും ടേസ്റ്റ് വരത്തില്ല. നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിച്ച് തന്നെ കൊടുക്കണം. ഇനി ഒന്നുകൂടെ ഫ്ലെയിം കൂട്ടിയിട്ടേക്കാം. എന്നിട്ട് ഇളക്കി അതിൻ്റെ മുഴുവൻ വെള്ളമയവും പറ്റിച്ചെടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കിസ്മസ്, കുറച്ച് നെയ്യ് കൂടി അതിലുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക.
കഴിഞ്ഞു, ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. കണ്ടോ? ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. കണ്ടോ? നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.